ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ സാധാരണയായിട്ടൊരു വിമാനയാത്രയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യാറ്? നമ്മൾ ഓൺലൈൻ വഴി ഏതെങ്കിലും ബുക്കിംഗ് ആപ്ലിക്കേഷനോ അതല്ലാന്നുണ്ടെങ്കിൽ എയർലൈൻ സൈറ്റിൽ നിന്നോ നമ്മൾ ഡയറക്റ്റ്ലി ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു, അതല്ലേ? ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടി, ഇത്ര രൂപയ്ക്ക് ടിക്കറ്റ് കിട്ടി, അല്ലെങ്കിൽ ഇന്ന ഡേറ്റിന് ടിക്കറ്റ് കിട്ടി, നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുകയായിരിക്കും. നമ്മൾ നോർമൽ ഫ്ലൈറ്റ് യാത്രയുടെ ദിവസം നമ്മൾ എയർപോർട്ടിലേക്ക് നമ്മൾ ചെല്ലുന്നു. നമ്മൾ സെക്യൂരിറ്റി ഓഫീസേഴ്സിനും നമ്മൾ ആ ഒരു ബോർഡിങ് എയർലൈനിൻ്റെ ടിക്കറ്റ് PDF ആയിട്ടോ അല്ലെങ്കിൽ പ്രിൻ്റഡ് ആയിട്ടുള്ള ഫോർമാറ്റിലോ നമ്മൾ കാണിച്ചു കൊടുക്കുന്നു. നമ്മൾ ഉള്ളിലേക്ക് കയറുന്നു, നമ്മൾ ചെക്ക് ഇൻ കൗണ്ടറിലേക്ക് എത്തുന്നു. ചെക്ക് ഇൻ കൗണ്ടറിൽ എത്തുമ്പോൾ നമുക്ക് വളരെ ഷോക്കിംഗ് ആയിട്ട് ആ ഒരു ചെക്കിംഗ് കൗണ്ടറിലെ സ്റ്റാഫ് പറയുകയാണ്, സാർ സോറി, ഫ്ലൈറ്റ് ഫുള്ളി ബുക്ക്ഡ് ആണ്. ഇങ്ങനൊരു വാർത്ത നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വാക്ക് അല്ലെങ്കിൽ ഈ വാർത്ത ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഷോക്കായിട്ടുണ്ടാവും, അല്ലേ? ഇങ്ങനൊരു ടേം ഓക്കെയാണോ? അതല്ല, കാരണം നമ്മുടെ കയ്യിൽ പ്രൂഫുണ്ട്, നമ്മുടെ ഫോണിലോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇതിൻ്റെ ടിക്കറ്റിൻ്റെ പ്രൂഫുണ്ട്, നമ്മൾ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ എല്ലാ പ്രൂഫുണ്ട്, ആ എയർലൈൻ്റെ കൺഫർമേഷൻ എല്ലാതും ഉണ്ട്. പക്ഷേ നമ്മൾ ആ എയർലൈൻ്റെ കൗണ്ടറിൽ ചെല്ലുമ്പോൾ ആ സ്റ്റാഫ് നമ്മളോട് പറയുന്നു, ഫ്ലൈറ്റ് ഫുള്ളി ബുക്ക്ഡ് ആണ്, സോ നമുക്ക് ഈ ഒരു ഫ്ലൈറ്റിൽ ബോർഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇങ്ങനൊരു കാര്യം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതാണ് എൻ്റെ ഒന്നാമത്തെ ഒരു ചോദ്യം. പലർക്കും അത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, പക്ഷേ നിങ്ങൾ തീർച്ചയായും വിശ്വസിച്ചേ പറ്റൂ. ഇതിനെ ആണ് നമ്മൾ പറയുക ഫ്ലൈറ്റ് ഓവർ ബുക്കിംഗ്. ഓക്കെ, ഇത് ലീഗലി ഫ്ലൈറ്റുകൾ അല്ലെങ്കിൽ എയർലൈൻ കമ്പനികൾ ബോധപൂർവമായിട്ട് നടത്തി വരുന്ന ലീഗലി ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയായിട്ട് കേരളത്തിലെ ഒരു പ്രശസ്ത ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റ് അല്ലെങ്കിൽ യൂട്യൂബർ എന്നൊക്കെ പറയാം, ശ്രീ ബൈജു എൻ നായരുടെ മകൾക്കുണ്ടായ ഒരു അനുഭവത്തെ പറ്റിയിട്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൊരു വിവരണം കൊടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ആ ഒരു വിവരണത്തിലേക്ക് പോകാം, എന്നിട്ട് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മളേറെ വിശ്വസിക്കുന്ന ഒരു വിമാന കമ്പനിയിൽ നിന്നും എനിക്ക് നേരിട്ട ഒരു ദുരനുഭവം അത് നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. കാരണം ഇനി നിങ്ങൾക്കും അങ്ങനെ ഒരു തട്ടിപ്പ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതിനിരയാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഏറ്റവും അധികം ആശ്രയിക്കുന്ന വിമാന കമ്പനികളാണ് ഗൾഫ് ഏരിയയിലുള്ളത്. പ്രധാനമായിട്ടും ഖത്തർ എയർവേസ്, അതുപോലെ എമിറേറ്റ്സ്, പിന്നെ എത്തിഹാദ്, അതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ആശ്രയിക്കുന്നത്. അപ്പോൾ എൻ്റെ മകൾ മീനാക്ഷി, അവൾ UK വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ, അതായത് ജൂലൈ 5 വൈകിട്ട് 8:40 ലണ്ടനിൽ ഹീത്രോയിൽ നിന്ന് പുറപ്പെടുന്ന EY332 എന്ന് പറയുന്ന എത്തിഹാദിൻ്റെ ഫ്ലൈറ്റിലാണ് അവൾ ടിക്കറ്റ് എടുത്തത്. വലിയ നിരക്കിലാണ് ടിക്കറ്റ് എടുത്തത്. അപ്പോൾ അത് ഇന്ന്, അതായത് ജൂലൈ 5 തന്നെ ഉച്ചയ്ക്ക് 2:40 കൊച്ചിയിൽ എത്തും എന്നാണ് പ്രതീക്ഷ. പക്ഷേ അവൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് ഹീത്രോ എയർപോർട്ടിലെ എത്തിഹാദിൻ്റെ കൗണ്ടറിൽ നിന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ത്രൂ ചെക്ക് ഇൻ അല്ല കിട്ടുന്നത്, നിങ്ങൾ അബുദാബിയിൽ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് കൊച്ചിയിലേക്കുള്ള ബോർഡിംഗ് പാസ് കിട്ടും. ഇപ്പോൾ ഇവിടെ നിന്ന്, അതായത് ഹീത്രോയിൽ നിന്നും കൊച്ചി വരെയുള്ള ബോർഡിംഗ് പാസ് തരുന്നില്ല, അബുദാബി വരെയുള്ള ബോർഡിംഗ് പാസ് തരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടുമെന്നും പറഞ്ഞു. അതനുസരിച്ച് അവൾ അവിടെ നിന്ന് കയറി. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് 2:40 എത്താൻ വേണ്ടി ഞങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അബുദാബിയിൽ എത്തിയിട്ട് അവൾ വിളിച്ച് പറഞ്ഞു, എനിക്ക് ഇവിടെ നിന്നുള്ള ബോർഡിംഗ് പാസ് തരുന്നില്ല, എനിക്ക് മാത്രമല്ല കുറച്ച് പേരെ മാറ്റി നിർത്തിയിരിക്കുകയാണ്, ഞങ്ങൾക്ക് ബോർഡിംഗ് പാസ് തരുന്നില്ല. ചോദിച്ചപ്പോൾ പറഞ്ഞ് ഫ്ലൈറ്റ് ഫുള്ളാണ് എന്നാണ്. അപ്പോൾ അടുത്തത് ഏത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞു, ഇനിയിപ്പോൾ എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവൾ അവിടെ വഴക്കുണ്ടാക്കി, കാര്യമായ രീതിയിൽ വഴക്കുണ്ടാക്കി എന്നാണ് പറഞ്ഞത്. അങ്ങനെ അവൾക്ക് ഇന്ന് ഉച്ചയ്ക്ക് 2:30 അവിടെ നിന്ന് അബുദാബിയിൽ നിന്നുള്ള ഫ്ലൈറ്റിൽ അവൾക്ക് ബോർഡിംഗ് പാസ് കൊടുത്തു. പക്ഷേ അവളുടെ കൂടെ ഉണ്ടായിരുന്ന ആർക്കും ആ ഒരു ഭാഗ്യം ഉണ്ടായില്ല. അതിൽ ഒരാളുടെ അമ്മ മരിച്ചിട്ട് ഒക്കെയാണ് അയാൾ ഇങ്ങോട്ട് പോരാൻ നിൽക്കുന്നത്. അദ്ദേഹത്തിന് കൊടുത്ത ടിക്കറ്റ് എന്ന് പറയുന്നത് അബുദാബിയിൽ നിന്നും ഡൽഹിയിൽ നിന്നും കൊച്ചിയിലേക്ക്, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളത് ആലോചിച്ച് നോക്കാം, ഒരു 10 മണിക്കൂർ വീണ്ടും എടുക്കും അദ്ദേഹം വീട്ടിലെത്താൻ. അമ്മ മരിച്ച അവസ്ഥയിലാണ് എന്നുള്ളവരെ ആലോചിക്കാം. അപ്പോൾ ഇത് വളരെ ഡെലിബറേറ്റായിട്ട് ചെയ്ത കാര്യമാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം അല്ലെങ്കിൽ ത്രൂ ചെക്ക് ഇൻ ചെയ്ത് 2 ബോർഡിംഗ് പാസ് കൊടുക്കേണ്ടതായിരുന്നു. അപ്പം ഫ്ലൈറ്റ് ഓവർ ബുക്ക്ഡ് ആക്കുകയും എന്നിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കാത്തവരെ മാറ്റി നിർത്തിയിട്ട് അവർക്ക് പിന്നീട് പോകുന്ന ഫ്ലൈറ്റ് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ എത്തിഹാദിൻ്റെ ഈ ഒരു ലക്ഷ്യമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ധാരാളം പേര് അങ്ങനെ അവിടെ കുടുങ്ങിയിട്ടുണ്ട്. അതിൽ ചിലരെ ഒമാൻ വഴിയാണ് വിടുന്നത്, മറ്റു ചിലരെ ആട്ടെ ദുബായ് കൊണ്ടുപോയിട്ട് അവിടുന്ന് കയറ്റി വിടുന്നു, മറ്റു ചിലരെ ഡൽഹിയിലേക്ക് കൊടുത്തിട്ട് അവിടുന്ന് കൊച്ചിയിലേക്ക് ഫ്ലൈറ്റ് കൊടുക്കുന്നു. അപ്പോൾ അവരുടെ സൗകര്യത്തിന് ഫ്ലൈറ്റ് ഓവർ ബുക്ക് ചെയ്യുക, എന്നിട്ട് അബുദാബി വരെയുള്ള ബോർഡിംഗ് പാസ് കൊടുക്കാതിരിക്കുക, അവിടെ എത്തുമ്പോൾ കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് സ്ഥലമില്ല, ഫുള്ളാണെന്ന് പറയുക എന്നൊക്കെ പറയുന്ന അങ്ങേയറ്റം നിരുത്തരവാദപരമായ പരിപാടിയാണ്. അപ്പോൾ നിങ്ങളിനി UK നിന്നോ US നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തു നിന്നോ എത്തിഹാദിലാണ് ടിക്കറ്റ് എടുക്കുന്നതെങ്കിൽ അവിടെ വെച്ച് നിങ്ങളോട് പറയുകയാണ്, അബുദാബിയിൽ വെച്ച് 2ാമത്തെ ബോർഡിംഗ് പാസ് തരും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. വഴക്കുണ്ടാക്കിയാണെങ്കിലും ത്രൂ ചെക്ക് ഇൻ ചെയ്ത് 2 ബോർഡിംഗ് പാസ് വാങ്ങിക്കണം. ഇല്ലെങ്കിൽ ഈ ഒരു അനുഭവം തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് എല്ലാവരും ഈ കാര്യത്തിൽ വേണ്ട ജാഗ്രത പുലർത്തുക.
2 ബോർഡിംഗ് പാസുകളും, അത് കൊച്ചി അല്ലെങ്കിൽ തിരുവനന്തപുരം എങ്ങോട്ടായാലും അവിടേക്കുള്ള ബോർഡിംഗ് പാസും കൂടി വാങ്ങിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ബോർഡ് ചെയ്യാവുള്ളൂ. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അനുഭവം വരാം. 12 മണിക്കൂർ കൊണ്ട് വീട്ടിലെത്തേണ്ടത് നിങ്ങൾ വീട്ടിലെത്തുന്ന 24 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. വീഡിയോ എല്ലാവരും കണ്ടല്ലോ അല്ലേ? ഇനി നമുക്ക് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു ഓവർ ബുക്കിംഗ് നടക്കുന്നത്, അതിനുള്ള സിനാരിയോ നമുക്കൊന്ന് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് എല്ലാ എയർലൈനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിയമപരമായിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് മോഡൽ തന്നെയാണ് ഈ ഓവർ ബുക്കിംഗ് ആക്കി മാറ്റുക എന്നുള്ളത്. ഇതെന്തുകൊണ്ടാണ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാരണം എന്ന് പറയുമ്പോൾ പല റൂട്ടുകളിലും നമുക്കറിയാം, ഇപ്പോൾ ഒരു മോഡേൺ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് അൽഗോരിതംസ് എന്ന് പറയും. അതായത് ഒരു റൂട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ദുബായ് കൊച്ചി റൂട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എയർലൈൻ എടുക്കാം. നമുക്ക് ഇൻഡിഗോ വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ഒരു 160 അല്ലെങ്കിൽ 170 യാത്രക്കാർക്ക് പോകാൻ പറ്റുന്ന ഒരു വിമാനം ഉണ്ടെന്ന് നമുക്ക് വിചാരിക്കുക. അതിനകത്ത് സ്ഥിരമായിട്ട് ഒരു 10 പാസഞ്ചേഴ്സ് വരാറില്ല. കണക്കുകളുടെ ആവറേജും കുറയ്ക്കലൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു അൽഗോരിതം ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കണക്കുകൂട്ടൽ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളെപ്പോഴും ഒരു 10 ടിക്കറ്റ് എക്സ്ട്രാ കൊടുക്കും. അല്ലെ, 10 പേര് ആബ്സെൻ്റ് ആവും എന്നുള്ള കണക്കുകൂട്ടലിലാണ് നമ്മൾ അങ്ങനെ ഒരു അൽഗോരിതം ഫോം ചെയ്യുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ആരും അവിടെ അവധിയെടുക്കുന്നില്ല. എല്ലാവരും വരികയും കൂടാതെ ഓവർ ബുക്ക് ചെയ്ത 10 പേര് എയർപോർട്ടിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഫ്ലൈറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ വരുമ്പോൾ അതൊരു ഓവർ ബുക്കിംഗായി മാറി. ഇപ്പോൾ എന്തുകൊണ്ടാണ് 10 പേര് ആബ്സെൻ്റ് ആവുന്നത് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. പല കാരണങ്ങളാൽ ആ ഒരു സിനാരിയോ ഉണ്ടാവാറുണ്ട്. പല കണക്ഷൻ ഫ്ലൈറ്റ് മിസ്സായിട്ട് എയർപോർട്ടിൽ അല്ലെങ്കിൽ അടുത്തൊരു ഫ്ലൈറ്റിലേക്ക് കയറാൻ പറ്റാത്ത ആൾക്കാർ വരും. പിന്നെ യാത്രയിൽ ബ്ലോക്കോ മറ്റു കാര്യങ്ങളോ ഗതാഗതത്തിൽ എന്തെങ്കിലും നമ്മൾ എയർപോർട്ടിലേക്ക് എത്തുന്നതിലുള്ള തടസ്സം മൂലം നമുക്ക് എയർലൈൻ മിസ്സാവുന്നവരുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റു കാരണം കൊണ്ടോ റദ്ദാക്കുന്നവരുണ്ട്. അവസാന മൊമെൻറ്റിൽ വരെ റദ്ദാക്കുന്നവരുണ്ട്. ഇത്തരം കാരണത്താലാണ് ഈ ഒരു അൽഗോരിതം ഫോം ചെയ്തിട്ട് ഒരു റൂട്ടിൽ അവർ ഇത്ര ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് വരാതിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ യാത്ര മിസ്സാവുന്നുണ്ട്. സോ നമുക്ക് ഓവർ ബുക്ക് ചെയ്യാം. കാരണം ഒരു ഫ്ലൈറ്റ് പൊന്തി, അതായത് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സീറ്റ് നമുക്ക് ഇടയിൽ വെച്ച് കൊടുക്കാൻ പറ്റില്ല. കാരണം ട്രെയിൻ യാത്രയ്ക്ക് നമ്മൾ പോകുമ്പോൾ പലപ്പോഴും ടി ഇടയിൽ വെച്ചുള്ള സ്റ്റോപ്പുകൾ ആൾ വന്നിട്ടില്ല എന്നെങ്കിൽ അടുത്ത ആൾക്ക് ടിക്കറ്റ് കൊടുക്കും. പക്ഷേ നമുക്കറിയാം, വിമാനയാത്ര ഒരു സ്ഥലത്തിനടുത്ത് മറ്റൊരു ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറൊരു ആൾക്കാരെ നമുക്ക് കയറ്റാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അഡീഷണൽ ബുക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷനായിട്ട് എടുക്കും. മിക്കവാറും എല്ലാ എയർലൈനും ആ ഒരു ഓപ്ഷനിലേക്ക് പോവുകയാണ് സാധാരണഗതിയിൽ ചെയ്യുക. അപ്പോൾ ഈ അൽഗോരിതത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു മിസ്സിങ് അല്ലെങ്കിൽ ആ ഒരു കണക്കുകൂട്ടൽ പിഴയ്ക്കുമ്പോൾ ഈ ഒരു ഫ്ലൈറ്റ് ഓവർ ബുക്കിങ്ങിലേക്ക് നീങ്ങാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ ഫെസ്റ്റിവൽ സീസൺസ് വരുമ്പോൾ, അതായത് ഇപ്പോൾ ഈ അൽഗോരിതം നമ്മൾ പറയുമ്പോൾ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ നമുക്ക് മലയാളികളുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്രിസ്മസ്, ഓണം, അതുപോലെ എന്തെങ്കിലും വിശേഷ അവസരങ്ങൾ വരുമ്പോൾ നമ്മളെല്ലാവരും തന്നെ നാട്ടിലേക്ക് എത്താൻ വേണ്ടി ട്രൈ ചെയ്യും. എല്ലാവരും മുൻകൂട്ടി വെച്ച ടിക്കറ്റ് ആയിരിക്കും. അപ്പോൾ കൂടുതൽ പാസഞ്ചേഴ്സ് എത്താനുള്ള ചാൻസും ഉണ്ട്. ഓവർ ബുക്കിംഗ് വരാനുള്ള ചാൻസും ആ ടൈമിൽ കൂടുതലാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ എയർപോർട്ടിൽ എത്തുമ്പോഴും ഈ ഒരു സിനാരിയോ ഉണ്ടാവും. ഇത് ഒക്കെയാണ് എയർലൈൻ അൽഗോരിതത്തിൻ്റെ പ്രശ്നങ്ങളും അവരുടെ കണക്കുകൂട്ടലുടെ ഭാഗമായിട്ട് വരുന്നതാണ് ഇത്തരം കാര്യങ്ങളെങ്കിൽ. അടുത്ത ഒരു കാര്യം എയർക്രാഫ്റ്റിൻ്റെ ചേഞ്ചാണ്. അതായത് ഞാൻ നമ്മുടെ മുമ്പത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വൈഡ് ബോഡി എയർക്രാഫ്റ്റ്, അതായത് വലിയ സീറ്റുകൾ ഉൾപ്പെടുന്ന, അതായത് ഇപ്പോൾ നമുക്ക് 250-300 പാസഞ്ചേഴ്സ് പോകാൻ പറ്റുന്ന തരത്തിലുള്ള വിമാനങ്ങളും ചെറിയ 150-160 അതിന് താഴേക്ക് പോകാവുന്ന തരത്തിലുള്ള നാരോ ബോഡി എയർക്രാഫ്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ ഇൻ്റർനാഷണൽ ഡൊമസ്റ്റിക് സർവീസുകൾക്ക് ഈ ഒരു എയർലൈൻ ടൈപ്പൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, ഫോർ എക്സാമ്പിൾ ഒരു വലിയ വിമാനമാണ് കൊച്ചിയിൽ നിന്നും ദുബായിലേക്ക് പുറപ്പെടേണ്ടത് എന്ന് വിചാരിക്കുക. പല സാങ്കേതിക കാരണങ്ങളാൽ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ കൊണ്ട് ആ ഒരു വലിയ വിമാനത്തിന് വരാൻ പറ്റുന്നില്ല. പകരം ഒരു ചെറിയ എയർലൈനാണ് ട്രാവൽ ചെയ്യുന്നത്, അതായത് കൊണ്ടുപോകുന്നത് എന്നുണ്ടെങ്കിൽ അത്രയും നമ്പർ ഓഫ് പാസഞ്ചേഴ്സിനെ ആ ഒരു എയർക്രാഫ്റ്റിൽ ഉൾക്കൊള്ളാൻ പറ്റില്ല. നമുക്കറിയാം 150 പേരുടെ കപ്പാസിറ്റിയുള്ള ഒരു വിമാനത്തിൽ 350 പാസഞ്ചേഴ്സിനെ ട്രാവൽ ചെയ്യാൻ പറ്റില്ല സ്വാഭാവികമായിട്ടും. അപ്പോൾ എന്ത് സംഭവിക്കും, അത് ഓവർ ബുക്കിങ്ങിലേക്ക് ഗണത്തിലേക്ക് നമുക്ക് ഉൾപ്പെടുത്തേണ്ടി വരും. ടെക്നിക്കൽ എറർ ആണെങ്കിൽ കൂടെ ആ ഒരു കാറ്റഗറി വരുന്ന ബുക്കിങ്ങിനെയും അല്ലെങ്കിൽ ആ ഒരു ടിക്കറ്റിനെയും നമ്മൾ അങ്ങനെയാണ് നമ്മൾ പറയുക. ഇപ്പം ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് ഫ്ലൈറ്റ് ഓവർ ബുക്കാക്കി പോകുന്നത്. ഒന്നാമത്തെ കാരണം എയർലൈൻ്റെ ഭാഗത്തു നിന്നുള്ള കണക്കുകൂട്ടലുകളോ എൻ്റെ പിഴവാണെന്നുണ്ടെങ്കിൽ, രണ്ടാമത്തെ ഒരു കേസ് ഞാൻ പറഞ്ഞത് ഫ്ലൈറ്റിൻ്റെ എന്തെങ്കിലും ടെക്നിക്കൽ എറർ കൊണ്ട് എയർക്രാഫ്റ്റിൻ്റെ ആ ഒരു സീറ്റിംഗ് കപ്പാസിറ്റി കുറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം
വരുന്നത്. ഇനി ഇത്തരമൊരു സിറ്റുവേഷൻ നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ റൈറ്റ്സ്, കസ്റ്റമർ റൈറ്റ്സ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് വോളണ്ടറി ബമ്പിങ്, അഥവാ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ ഈ ഒരു ഫ്ലൈറ്റിൽ പോകണ്ട എന്ന് തീരുമാനിക്കുകയാണ്. എയർലൈൻ്റെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് അല്ലെങ്കിൽ അവിടെ പറയുന്ന ഏജൻറ്റ്സ് അനുസരിച്ച് നമ്മൾ തീരുമാനിക്കുകയാണ്, ഓക്കെ എനിക്ക് ഈ ഫ്ലൈറ്റിൽ പോയില്ലെങ്കിലും പ്രോബ്ലം ഇല്ല, ഞാൻ അടുത്ത ഫ്ലൈറ്റിൽ പോയിക്കൊണ്ട് ഞാൻ വേണമെങ്കിൽ വീട്ടിലേക്ക് പോകാം. അതല്ലാന്നുണ്ടെങ്കിൽ എയർലൈൻ എനിക്ക് ഫുഡോ മറ്റു കാര്യങ്ങളോ തരുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യാം, എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യാം, അവർ ഹോട്ടലിൽ അറേഞ്ച് ചെയ്ത് തരുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനും വില്ലിങ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ള വോളണ്ടറി ബമ്പിങ് ആണ് ഒന്നാമത്തെ ഒരു കസ്റ്റമർ റൈറ്റ് എന്നുള്ളത്. കാരണം നെക്സ്റ്റ് ഫ്ലൈറ്റ് അവർ അറേഞ്ച് ചെയ്ത് തരും, അതല്ലെങ്കിൽ റീഫണ്ടോ മറ്റു കാര്യങ്ങളോ ഒക്കെ അവർ ചെയ്തു തരും. അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ നമുക്ക് ഓക്കെ ആണ് എന്ന് പറഞ്ഞ് നമ്മൾ അഗ്രി ചെയ്ത് നിൽക്കലാണ് വോളണ്ടറി ബമ്പിങ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാറ്റഗറി ഇൻവോളണ്ടറി ബമ്പിങ്, അതായത് കർശനമായിട്ട് നമുക്ക് ഈ ഒരു ഫ്ലൈറ്റിൽ പോകാൻ പറ്റില്ല എന്ന് അവർ പറയുകയാണ്. അതായത് അവർ ചിലപ്പോൾ ഒന്നും ചെയ്ത് തരില്ല, അതായത് നിങ്ങൾക്ക് ഈ റീഫണ്ട് മാത്രം, നമ്മുടെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസിന് നമുക്ക് ആ ഒരു കാര്യം യോജിക്കണം എന്നില്ല. കാരണം നമുക്ക് അതേ ഫ്ലൈറ്റിൽ പോയേ പറ്റൂ, പക്ഷേ അവർ സമ്മതിക്കുന്നില്ല. നമുക്ക് ഇന്ന ഹോട്ടലിൽ കാര്യങ്ങൾ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അല്ലെങ്കിൽ അക്കോമഡേഷൻ അറേഞ്ച് ചെയ്ത് തരണം എന്ന് നമ്മൾ പറയുന്നു, അങ്ങനെ അവർ സമ്മതിക്കുന്നില്ല. നെഗോഷിയേഷൻ പ്രോപ്പർ ആവുന്നില്ല. അങ്ങനത്തെ സിറ്റുവേഷനാണ് ഇൻവോളണ്ടറി ബമ്പിങ്. അത് US-ലും അതുപോലെ തന്നെ ഇത് ഞാൻ നിൽക്കുന്ന UAE-ലും പല യൂറോപ്യൻ കൺട്രിയിലും അത് കർശനമായിട്ടുള്ള നിയമത്തിന് എഗെയിൻസ്റ്റാണ്, നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ഈ ഇൻവോളണ്ടറി ബമ്പിങ്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ആ എയർലൈനിൽ ഫൈൻ വരികയും നമുക്ക് യാത്രയ്ക്ക് നഷ്ടപരിഹാരമായിട്ട് നമ്മൾ ഫുൾ എമൗണ്ട് റീഫണ്ട് മേടിക്കാനും പിന്നെ ഒരു $150 തൊട്ട് $150-200 തൊട്ട് ഒരു $2000 വരെയൊക്കെ നമുക്ക് നഷ്ടപരിഹാരമായിട്ട് നമുക്ക് അഡീഷണലി മേടിക്കാനും നമുക്ക് പറ്റുന്ന കാര്യമാണ് ഇൻവോളണ്ടറി ബമ്പിങ്ങിൽ വരുന്നത്. കാരണം അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നും നമുക്ക് ഓക്കെ അല്ല, നമ്മുടെ യാത്ര തടസ്സപ്പെട്ടു, അവർ നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ തയ്യാറല്ല, അവർ പല എക്സ്ക്യൂസൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് റൈറ്റ്സാണ്, അതായത് വോളണ്ടറി ബമ്പിങ് ആൻഡ് ഇൻവോളണ്ടറി ബമ്പിങ് ആണ് കസ്റ്റമേഴ്സിന് നിലവിലായിട്ടുള്ളത്. ഇനി ഇൻ കേസ് നിങ്ങൾ ഇൻവോളണ്ടറി ബമ്പിങ്ങിന് വിധേയമായി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പെർട്ടിക്കുലർ എയർലൈൻ്റെ കയ്യിൽ നിന്നും ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ എഴുതി മേടിക്കേണ്ടതാണ്. കാരണം നിങ്ങളുടെ ബോർഡിങ്ങിനെ അവർ തടസ്സപ്പെടുത്തി. നിയമാനുസൃതമായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫ്ലൈറ്റിൽ പോകാനുള്ള പൂർണ്ണ അധികാരമുണ്ട്. കാരണം നിങ്ങളുടെ കയ്യിൽ ഫുള്ളി പെയ്ഡ് ആയിട്ടുള്ള ടിക്കറ്റ് കൺഫർമേഷൻ എല്ലാം നിങ്ങളുടെ കയ്യിൽ ഉണ്ട്. എന്നിട്ടും നിങ്ങൾക്ക് ബോർഡിങ് അവർ ഡിനേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിനേ ചെയ്തു എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു റെസിപ്റ്റോ അല്ലെങ്കിൽ ഒരു വൗച്ചറോ എന്തെങ്കിലും ആ ഒരു എയർലൈൻ കമ്പനിയുടെ കയ്യിൽ നിന്ന് നിങ്ങൾ മേടിച്ചെടുക്കുക. അവർ അക്കോമഡേഷനോ ഫുഡോ തരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എയർപോർട്ടിലാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അല്ലെങ്കിൽ എയർപോർട്ട് ഹോട്ടലുണ്ടെങ്കിൽ അതിൻ്റെയും ബില്ല് സൂക്ഷിക്കുക. ഇനി നിങ്ങൾ പുറത്തിറങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഹോട്ടൽ ബില്ലും മറ്റു കാര്യങ്ങളും നിങ്ങൾ സൂക്ഷിക്കുക. പിന്നീട് നിങ്ങൾക്ക് എയർലൈനിലേക്ക് ഈ ഒരു ഇഷ്യൂ പറഞ്ഞിട്ട് എയർലൈൻ്റെ ഹെഡ് ഓഫീസിലേക്കോ മറ്റോ നിങ്ങൾക്ക് ഈ ഇമെയിൽ അയച്ചിട്ട് ഇതിനുള്ള നഷ്ടപരിഹാരം, ഇതിൻ്റെ റീഇംബേഴ്സ്മെൻറ്റ്, ഈ ഒരു നിങ്ങൾക്ക് ചിലവായ തുക നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസ്യൂമർ കോർട്ട്, അതാത് രാജ്യത്തിൻ്റേതായിട്ടുള്ള കൺസ്യൂമർ കോർട്ടിലും മറ്റും നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ബോഡി ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല, അതുമൂലമുണ്ടായിട്ടുള്ള എക്സ്പെൻസുകളാണ് ഇത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കേസിന് മറ്റു പോകാനുള്ള ഓപ്ഷൻസും നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഇനി ഇത്രയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന സാധാരണയായിട്ടുണ്ടാവുന്നൊരു ഡൗട്ടാണ് നമുക്കെങ്ങനെ ഈ ഒരു ടിക്കറ്റ് ഓവർ ബുക്കിംഗ് എന്നുള്ള കേസിനെ തരണം ചെയ്യാം എന്നുള്ളത്. അതിന് പ്രത്യേകിച്ചൊരു പരിഹാരമായിട്ടൊന്നും പറയാൻ നമുക്ക് പറ്റില്ല. ഞാൻ പറഞ്ഞു, രണ്ടാമത്തെ ഒരു കാറ്റഗറി ഓഫ് ഈ ഒരു പ്രശ്നം വരാനുള്ളത് എയർലൈൻ്റെ തകരാറ് മൂലമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും എല്ലാവർക്കും ആ ഒരു ഫ്ലൈറ്റിൽ ബോർഡ് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു 150 പേരുള്ള കപ്പാസിറ്റി ഉള്ള ഒരു എയർലൈനിന് നമുക്കൊരു 200-300 പേർക്ക് നമുക്ക് എന്തായാലും കയറാൻ പറ്റില്ല. അപ്പോൾ എയർലൈനുകാർ സാധാരണയായിട്ട് ചെയ്യുന്നത് അവരുടെ ഫ്രീക്വൻറ്റ് ട്രാവലേഴ്സിന് അവർ പ്രയോറിറ്റി കൊടുക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ VIP ഗസ്റ്റുകൾക്ക് പ്രയോറിറ്റി കൊടുക്കും. അതല്ലെങ്കിൽ ആദ്യം കൗണ്ടറിൽ വന്ന് ചെക്ക് ഇൻ ചെയ്ത ആളുകൾക്ക് അവർക്ക് പ്രയോറിറ്റി കൊടുക്കും. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫ്ലൈറ്റ് ഓവർ ബുക്കിംഗ് നടക്കുമ്പോൾ നടന്നു വരാറ്. ഇതിലൊന്നും നിങ്ങൾക്ക് പെടാൻ പറ്റിയിട്ടില്ല, നിങ്ങളില്ലാത്തൊരു കാറ്റഗറിയിൽ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചെയ്തിരിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ രക്ഷപ്പെടാവുന്ന ഒരു കേസാണ് വെബ് ചെക്ക് ഇൻ എന്ന് പറയുന്നത്. മൊബൈൽ ചെക്കിങ്, വെബ് ചെക്ക് ഇൻ എന്നൊക്കെ പറയുന്ന ഒരു കേസ്
നിങ്ങൾ മസ്റ്റായിട്ടും ട്രാവൽ ചെയ്യുന്നതിൻ്റെ 24 hours 48 hours ഡിപ്പെൻസ് ഓൺ എയർലൈൻ, അത് മാറിക്കൊണ്ടിരിക്കും. മിക്കവാറും എയർലൈൻ 48 hours ഉണ്ട്, ചില എയർലൈൻ 24 hours നമ്മൾ വെബ് ചെക്ക് ഇൻ ചെയ്യേണ്ടത്. നമ്മൾ വെബ് ചെക്ക് ഇൻ ചെയ്ത് നമ്മുടെ ട്രാവൽ ചെയ്യാനുള്ള കൺസെൻറ്റ് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ കൊടുത്ത് നമ്മളതിൻ്റെ കൺഫർമേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പരിധി വരെ നമുക്ക് ഈ ഒരു ഓവർ ബുക്കിങ്ങിൽ നിന്ന് നമുക്ക് ഒരു മുക്തി നേടാനായിട്ട് പറ്റും. കാരണം വലിയ വിമാന കമ്പനികൾ ഇപ്പോൾ നേരത്തെ കണ്ട എത്തിഹാദ് മാത്രമല്ല, നമ്മുടെ എമിറേറ്റ്സ് ആയിക്കോട്ടെ, ഖത്തർ എയർവേസ് ആയിക്കോട്ടെ, ഇൻഡിഗോ, എല്ലാ എയർലൈൻ കമ്പനികളിലും നടക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്. ട്രാവൽ ഏജൻറ്റുമാരടക്കം ഉള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഫ്ലൈറ്റ് ഓവർ ബുക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ടിക്കറ്റ് സെല്ല് ചെയ്യുക എന്ന് പറയുന്ന കാര്യം. സോ നിങ്ങൾ വെബ് ചെക്ക് ഇൻ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അത് ചെയ്ത് തുടങ്ങുക ഇന്ന് തൊട്ടെങ്കിലും, അല്ലെങ്കിൽ വീഡിയോ കാണുമ്പോൾ തൊട്ടെങ്കിലും, അല്ലെങ്കിൽ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്യുക. ഒരു പക്ഷേ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യത്തിന് നിങ്ങൾ പോകുമ്പോഴായിരിക്കും ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലൈറ്റ് നിങ്ങൾക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ വെബ് ചെക്ക് ഇൻ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ, അതായത് ഈ ഒരു ഫ്ലൈറ്റ് ഓവർ ബുക്ക് ആയതുകൊണ്ട് നെക്സ്റ്റ് ഫ്ലൈറ്റിലേക്ക് മൂവ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുമായിരുന്നില്ല. സോ നിങ്ങൾക്കത് വരാതിരിക്കട്ടെ. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇതുവരെ നിങ്ങളുടെ അറിവിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവില്ല. എനിക്കും പേഴ്സണലി ഇത് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ എനിക്ക് ഓൾറെഡി ഞാൻ ഫ്ലൈറ്റായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എനിക്കറിയാം എങ്ങനെ ഉണ്ടാവുന്നു. അതുകൊണ്ട് എൻ്റെ എല്ലാ യാത്രകളിലും ഞാൻ വെബ് ചെക്ക് ഇൻ മസ്റ്റായിട്ടും ചെയ്യാറുണ്ട്. വെബ് ചെക്ക് ഇൻ ചെയ്യുമ്പോൾ നിങ്ങൾ സീറ്റ് സെലക്ട് ചെയ്യണമെന്നൊന്നുമില്ല. കുറച്ച് പേർക്ക് ആ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും. കാരണം പല സമയത്തും പല എയർലൈനും സീറ്റ് പർച്ചേസ് ചെയ്യണം, വെബ് ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് വരെ സീറ്റ് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ വെബ് ചെക്ക് ഇൻ ക്യാൻസൽ ചെയ്തിട്ടൊക്കെ പോകും. അങ്ങനെയൊന്നും ആവശ്യമില്ല. സീറ്റിൻ്റെ സെലക്ഷൻ നമുക്ക് സ്കിപ്പ് ചെയ്ത് വെബ് ചെക്ക് ഇൻ പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കൺസെൻറ്റ് കൊടുക്കുകയാണ് നമ്മൾ ആ ഒരു യാത്ര ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ എയർലൈൻ അതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി എന്ന് വിചാരിക്കുന്നു. ഫ്ലൈറ്റ് ഓവർ ബുക്കിങ്ങിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. മറ്റൊരു വീഡിയോയിലൂടെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. ബൈ.